നമസ്കാരം. റിഹാൻ റാഷിദ് എഴുതുന്ന നോവൽ പ്രണയമയുഗം, അധ്യായം 4. ശ്രുതി നിലയത്തിൽ നിന്നുള്ള അലറിക്കരച്ചിൽ ആ പ്രദേശത്ത് അലയടിച്ചു. സുഖുവിൻ്റെ 2 ആൺമക്കളും വീട്ടിലുണ്ടായിരുന്നു. കപ്പൽ ജോലിക്കാരനായ സുഹാസ് 2 ദിവസം മുൻപാണ് ലീവിന് വീട്ടിലെത്തിയത്. അലർച്ചയും കരച്ചിലും ആദ്യം കേട്ടതും മുകളിലെ മുറിയിൽ നിന്നും ശരവേഗത്തിൽ താഴേക്ക് ഇറങ്ങിയോടി വന്നതും സുഹാസാണ്. അച്ഛാ, അത് ശ്രുതിയുടെ വീട്ടിൽ നിന്നല്ലേ? അതെയല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അച്ഛാ. അപ്പോൾ നിലവിളി കൂടുതൽ ഉച്ചത്തിലായി. വാടാ, നമുക്കൊന്ന് പോയി നോക്കാം, അനിയൻ സുഭാഷിനോട് പറഞ്ഞ് തിരിഞ്ഞു പോലും നോക്കാതെ ഗോപന്റെ വീട് ലക്ഷ്യമാക്കി സുഹാസ് ഓടി. പിന്നാലെ സുഖുവും സുഭാഷും. അവർ ചെല്ലുമ്പോൾ ഗോപനും ജയന്തിയും വാതിലിൽ തട്ടി നിലവിളിക്കുകയായിരുന്നു. എന്താ ഗോപ, എന്തു പറ്റി? സുഖു, ശ്രുതി, അവൾ വാതിൽ തുറക്കുന്നില്ലടാ, അവൾക്ക് എന്തോ അപകടം പറ്റി. അവരെല്ലാം കൂടി പലവട്ടം ഒന്നിച്ച് ആഞ്ഞടിച്ചപ്പോൾ വാതിൽ താനേ തുറന്നു. സുഹാസാണ് ആദ്യം മുറിക്കുള്ളിൽ കടന്നത്. മുന്നിൽ ആ കാഴ്ച കണ്ട് സുഹാസ് ഞെട്ടി. തറയിൽ കിടക്കുന്ന ശ്രുതിയുടെ ഇടതു കൈയിൽ നിന്ന് ഒഴുകി വീണ രക്തം മുറിയിലാകെ പരന്നിരുന്നു. ഞരമ്പ് മുറിക്കുക മാത്രമല്ല, തൂങ്ങി മരിക്കാനുള്ള ശ്രമവും അവൾ നടത്തിയിരുന്നു എന്ന് ഫാനിന് താഴെയിട്ട സ്റ്റൂളും അതിന് താഴെയായി കിടന്ന ഷോളും കണ്ടപ്പോൾ സുഹാസിനും മറ്റുള്ളവർക്കും മനസ്സിലായി. അത് കണ്ടതോടെ ഗോപന്റെ നിലവിളി ഉച്ചസ്ഥായിലായി. അച്ഛാ, വേഗം പോയി വണ്ടി എടുത്തു വാ. വിളിച്ചു പറയുന്നതിനോടൊപ്പം ഒരു ശിശുവിനെ എന്ന പോലെ സുഹാസ് ശ്രുതിയെ കൈകളിൽ കോരിയെടുത്തു. അവൻ മുറ്റത്തിറങ്ങിയപ്പോഴേക്കും സുകുമാരൻ ഓട്ടോറിക്ഷയുമായി എത്തി. ശ്രുതിയെ ഓട്ടോയുടെ ബാക്ക് സീറ്റിലേക്ക് ഇരുത്തി സുഹാസും ഗോപനും ഓട്ടോയിൽ കയറി. സഹകരണ ആശുപത്രിയിലേക്ക് വിട്ടു അച്ഛാ, സുഹാസ് പറഞ്ഞു. സിവിൽ സ്റ്റേഷന്റെ സമീപത്തുള്ള സഹകരണ ആശുപത്രിയുടെ മുറ്റത്ത് എത്തിയതും സുഹാസ് അവളെ കോരിയെടുത്ത് ഡോക്ടറുടെ മുറിയിലേക്ക് കയറി. എന്തു പറ്റിയതാ? ലേഡി ഡോക്ടർ ചോദിച്ചു. മോള് ഗോപൻ പറയാനാവാതെ വിഷമിച്ചു. അപ്പോഴേക്കും ശ്രുതിയെ പരിശോധിച്ച ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. ആഴത്തിലുള്ള മുറിവാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവേണ്ടി വരും. പിന്നെ ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ കേസാണ്, പോലീസിൽ അറിയിക്കേണ്ടി വരും, ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോപൻ നിസ്സഹായതയോടെ അവരെ നോക്കി. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. നേഴ്സിന്റെ ശബ്ദം ഉയർന്നപ്പോൾ എല്ലാവരും പുറത്തേക്കിറങ്ങി. ട്രിപ്പും മറ്റുമായി 2-3 നഴ്സുമാർ കൂടി അകത്തേക്ക് കയറി പോകുമ്പോൾ ഗോപൻ സുഹാസിന്റെ ചുമലിൽ പിടിച്ച് വീഴാതെ നിന്നു. അവൾക്കൊന്നും പറ്റില്ല അച്ഛാ, നിങ്ങളൊന്ന് സമാധാനമായി നിൽക്ക്. സുഹാസ് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗോപന്റെ ശരീരമാകെ തളർന്നു. വാടിയ ഇല കാറ്റിനെതിരെ എത്ര ശ്രമിച്ചിട്ടും നേരെ നിൽക്കാൻ കഴിയാത്തതുപോലെ അയാളുടെ കാലുകൾ കുഴഞ്ഞു. അപ്പോഴേക്കും ജയന്തിയെയും അമ്മായിയെയും കൂട്ടി സുഭാഷ് ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. സുഹാസെ, ഗോപനെ ജയന്തിയുടെ അരികിലേക്ക് ഇരുത്ത്, സുഖു സൂചിപ്പിച്ചപ്പോൾ സുഹാസ് ഗോപനെ താങ്ങിപ്പിടിച്ച് ഡോക്ടറുടെ മുറിക്ക് പുറത്തെ കസേരകളിലൊന്നിൽ ഇരുത്തി. കണ്ണീര് പോലും വറ്റി പാറ പോലെ ഇരിക്കുന്ന ജയന്തിയെ കണ്ടപ്പോൾ സുഹാസിന് തൻ്റെ മരിച്ചുപോയ അമ്മയെ ഓർമ്മ വന്നു. ടെൻഷൻ ആവേണ്ട അമ്മേ. പെട്ടെന്നുള്ള സുഹാസിന്റെ വിളിയിൽ ജയന്തിയുടെ കണ്ണുകൾ തുളുമ്പി. പേടിക്കാനൊന്നുമില്ല, കുട്ടി സ്റ്റേബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, പുറത്തേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു. അതൊക്കെ വേണോ? സുഹാസിന്റെ ചോദ്യം കേട്ടപ്പോൾ ഡോക്ടറുടെ നെറ്റി ചുളിഞ്ഞു. നിയമം മാറ്റാനൊന്നും പറ്റില്ല, ഡോക്ടർ കനപ്പിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ അച്ഛനെ നോക്കി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പാർട്ടി പ്രവർത്തകനായ അച്ഛൻ ഒന്നും കാണാതെ അങ്ങനെ പറയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന സുഹാസ് കൂടുതലൊന്നും ചോദിച്ചില്ല. കൂടെ വന്നവരെ ഡോക്ടർ അകത്തേക്ക് വിളിപ്പിച്ചു. സുഹാസിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഗോപൻ അകത്തേക്ക് ചെന്നു. 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു നിമിഷം എന്തോ ആലോചിച്ചെന്ന പോലെ ഡോക്ടർ തുടർന്നു. തൽക്കാലം വാർഡിലേക്ക് മാറ്റാം, ഇന്നെന്തായാലും ഇവിടെ കിടക്കട്ടെ. കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഗോപനെയും സുഹാസിനെയും മാറി മാറി നോക്കിക്കൊണ്ടായിരുന്നു ഡോക്ടറുടെ ചോദ്യം. എന്ന് ചോദിച്ചാ 2 മാസം മുൻപ് ഉണ്ടായൊരു സംഭവത്തിൻ്റെ പേരിൽ ശ്രുതി ആകെ അപ്സെറ്റ് ആയിരുന്നു. സുഹാസ് ആയിരുന്നു അത് പറഞ്ഞത്. നിങ്ങൾ അയൽക്കാരനാണ്. ഇത് ശ്രുതിയുടെ അച്ഛൻ, ഗോപനെ ചൂണ്ടിക്കാണിച്ച് സുഹാസ് പറഞ്ഞു. എന്തായാലും കൂടുതൽ ശ്രദ്ധിക്കണം. സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യാം. കുറച്ചുനാൾ മെഡിസിൻ വേണ്ടിവരും. നല്ല കൗൺസിലിങ്ങും ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തേക്കാം.
കുറച്ചു നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ കാണാറുണ്ടായിരുന്നു. ഗോപന്റെ ശബ്ദത്തിൽ നിരാശയും സങ്കടവുമായിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടാവും ഡോക്ടർ കൂടുതലൊന്നും ചോദിച്ചില്ല. ഇതിനിടെ നഴ്സും ഒരു അറ്റൻഡറും ചേർന്ന് ശ്രുതിയെ സ്ട്രെക്ചറിൽ കിടത്തി ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റി. ചിറകറ്റു വീണ് നിശ്ചലയായി കിടക്കുന്ന പൂമ്പാറ്റിയെ പോലെയുള്ള അവളുടെ കിടപ്പ് കണ്ടപ്പോൾ ജയന്തി ഏങ്ങലടിച്ചു. കുറച്ചു നേരം മരുന്നിന്റെ സെഡേഷൻ കാണും. ഗോപനോട് എന്നോണമായിരുന്നു നഴ്സിന്റെ സംസാരം. ക്ഷീണിച്ച കണ്ണുകളിൽ നിന്ന് ഏത് നിമിഷവും സങ്കടങ്ങളുടെ ലാവ ഉറവയെടുക്കും എന്ന മട്ടിലായിരുന്നു ഗോപന്റെ നോട്ടം. ഞങ്ങൾ പുറത്തുണ്ട്, സുഖ പറഞ്ഞതിനും അയാൾക്കു മറുപടിയൊന്നുമില്ലായിരുന്നു. സത്യത്തിൽ എന്താണച്ചാ അവളുടെ പ്രശ്നം? വാർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു സുഹാസിന്റെ ചോദ്യം. അതൊക്കെ ഇനിയും ഞാൻ പറയണോ? സകലർക്കും അറിയുന്നതാണ്. നീ അങ്ങ് ഷിപ്പിലായതുകൊണ്ടാവും കൂടുതലൊന്നും അറിയാതെ പോയത്. എന്തായാലും ഗോപന്റെയും ജയന്തിയുടെയും അവസ്ഥ മോശമാണടാ. എന്ത് സന്തോഷത്തിൽ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു. ആ തെണ്ടി ചെക്കനാണ് എല്ലാം ഇല്ലാതാക്കിയത്. അത് കേസായി എന്നൊക്കെ കേട്ടിരുന്നു. അവനെ പോലീസിന് കിട്ടിയോ? കേസും കൂട്ടവും ഒക്കെ ആയെങ്കിലും അവനെ ഇതുവരെ പിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല. നാടുവിട്ടു പോയി എന്നൊക്കെയാണ് കേട്ടത്. അവന്റെ വീട്ടുകാരുമായും ഇപ്പോൾ ഒരു ബന്ധവുമില്ലത്രേ. സഹകരണ ആശുപത്രിയിലെ പുറത്തെ മരച്ചുവട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു അവരിതൊക്കെ സംസാരിച്ചത്. പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റിന്റെ നേർത്ത തണുപ്പിൽ കടലിന്റെ ഒച്ചയുണ്ടെന്ന് സുഹാസിന് തോന്നി. അവന്റെ മനസ്സ് അമ്മയുടെ ആത്മാവിനെയും കൂട്ടി സമുദ്രത്തിന്റെ രാത്രിയിലേക്ക് പാഞ്ഞു. ജോലിയെല്ലാം കഴിഞ്ഞ് അമ്മയുമൊത്ത് കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ആഴക്കടലിലേക്ക് നോക്കി നിൽക്കുന്നതും അവിടെ തിരകൾക്കൊപ്പം ഉയർന്നു ചാടുന്ന പറവ മീനുകളും ഡോൾഫിനുകളും തെളിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ സ്വപ്രയത്നത്താൽ ചെന്നൈയിലുള്ള മെറൈൻ ക്യാമ്പസിൽ ബിടെക്കിന് ചേർന്നതാണ് സുഹാസ്. പഠിച്ചിറങ്ങിയതിൻ്റെ 2ാം വർഷത്തിൽ മുംബൈ ആസ്ഥാനമായുള്ള ഒരു കപ്പലിൽ ജോലി ലഭിച്ചു. തൽക്കാലം ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അതിനേക്കാൾ മികച്ച പുതിയ കപ്പലിലേക്ക് ജോലിക്ക് കയറാനിരിക്കുകയാണ് സുഹാസ്. അതിനിടയിലാണ് നാട്ടിലെത്തിയത്. 3 വർഷമായി നാട്ടിലെ ഉത്സവങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവൻ്റെ സങ്കടം. കുറഞ്ഞത് 6 മാസം നാട്ടിലുണ്ടാവും. ഇത്തവണ എല്ലാ തെയ്യത്തിനും തിരക്കും പോയി അടിച്ചു പൊളിച്ചിട്ട് ജോലിക്ക് കയറുന്നുള്ളൂ. വീട്ടിലെത്തിയ അവൻ പറഞ്ഞത് കേട്ട് സുഖ ചിരിച്ചു. എന്നാലൊരു കല്യാണം നോക്കിയാലോ? രാത്രിയോട്ടം കഴിഞ്ഞു വരുമ്പോൾ ബോംബെ ടീ സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന ചിക്കനും പൊറോട്ടയും കഴിക്കുമ്പോൾ മകൻ്റെ ഉള്ളറിയാനായിരുന്നു സുഖുവിൻ്റെ ശ്രമം. ഞാനിങ്ങനെ സുഖമായി ജീവിക്കുന്നത് അച്ഛനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എനിക്കിപ്പോൾ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ എന്നായാലും ഒരു തുണ വേണം. അത് കുറച്ച് നേരത്തെ ആവുന്നതല്ലേ നല്ലത്. നീ കിട്ടിയില്ലേ, സുഭാഷ് കെട്ടും. അവന് ചില ചുറ്റിക്കളിയൊക്കെയുണ്ട്. ഞാനത് കണ്ടില്ലെന്ന് നടിക്കുന്നേ ഉള്ളൂ. ഇനി നിനക്കും അങ്ങനെ ആരേലും ഉണ്ടേ അതും പറയണം. നിനക്ക് വേണ്ടി ഞാൻ വെറുതെ പെണ്ണന്വേഷിച്ച് സമയം കളയണ്ടല്ലോ. കുളിക്കാൻ കയറിയ 2ാമത്തെ മകൻ സുഭാഷ് കേൾക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് ശബ്ദം താഴ്ത്തിയായിരുന്നു സുഖുവിൻ്റെ സംസാരം. എന്നാ പിന്നെ അവനങ്ങ് കെട്ടട്ടെ, എന്നിട്ട് വേണം ആ കൊച്ചിനെ കൂടി ഞാൻ നോക്കാനല്ലേ? അതെന്താണെച്ചാ അങ്ങനെ പറയുന്നത്? അവന് ജോലിയുള്ളതല്ലേ? അത്ഭുതത്തോടെയുള്ള സുഹാസിന്റെ ശബ്ദം കേട്ടുകൊണ്ട് സുഭാഷ് അവിടേക്കെത്തി. ജോലിയൊക്കെയുണ്ട്, സാലറി കുറവാണെന്നേയുള്ളൂ. ഏട്ടൻ കപ്പലിലായതുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് ഫീൽഡിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഓരോരുത്തന്മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഓരോ മാസവും ടാർഗറ്റ് ഒപ്പിക്കുന്നത്. സുഖുവിൻ്റെ പ്ലേറ്റിൽ നിന്നും ചിക്കനും പൊറോട്ടയും എടുത്തുകൊണ്ടായിരുന്നു സുഭാഷിന്റെ സംസാരം. ഓ പിന്നെ, എന്നിട്ട് ആഡംബരത്തിനൊരു കുറവുമില്ല. മാസാമാസം പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനെയാണ് അച്ഛൻ കളിയാക്കി പറയുന്നതെന്ന് അവന് മനസ്സിലായി. ചത്ത കിടന്നാൽ ചമഞ്ഞ് കിടക്കണം എന്നാണ് എൻ്റെ അച്ഛാ. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മളുടെ വേഷവും പെരുമാറ്റവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ബ്രാൻഡ് ഉടുപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗമയും ബഹുമാനവും ഒക്കെ കിട്ടും. അല്ലാതെ ചുളുങ്ങിയതും പഴയതും ഒക്കെ ആയ ഉടുപ്പുകളൊക്കെ ഇട്ടുപോയാൽ ആരും മുഖം തരിക പോലും ഇല്ല. ഒന്നുമില്ലേലും ടൊയോട്ടയുടെ മാർക്കറ്റിംഗ് അല്ലേ ചെയ്യുന്നത്. ഓവ്, ഈ സമയമൊക്കെ അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു സുഹാസിൻ്റെ മനസ്സിൽ. അമ്മയും കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അച്ഛാ? സുഹാസ് സങ്കടത്തോടെ ചോദിച്ചു. സന്തോഷങ്ങളൊന്നും ദൈവം അധികകാലം തരില്ലട മക്കളെ. ശബ്ദമിടറിയത് മക്കൾ അറിയാതിരിക്കാൻ സുഖു ചുമ അഭിനയിച്ചു. സുഖുവിനടുത്തേക്ക് അഖിൽ വന്നപ്പോഴാണ് സുഹാസ് അമ്മയോടൊപ്പമുള്ള സ്വപ്നങ്ങളിൽ നിന്ന് ഉണർന്നത്.
ആരാണ് അച്ഛനോട് ഇത്ര അടുപ്പത്തിൽ സംസാരിക്കുന്നതെന്ന് ഒരു നിമിഷം അവൻ നോക്കി നിന്നു. അഖിലേ, ഇതാണ് എൻ്റെ മൂത്തവൻ. ഷിപ്പിൽ ജോലിയുള്ള ഏട്ടനല്ലേ? അഖിൽ കൈ നീട്ടിയപ്പോൾ സുഹാസ് പുഞ്ചിരിയോടെ അവൻ്റെ കൈ പിടിച്ചു. ശ്രുതി ഇങ്ങനെ തുടങ്ങിയാൽ എന്താണ് ചെയ്യുക? സുഹാസിൻ്റെ കയ്യിൽ പിടുത്തം വിടാതെ അഖിൽ തുടർന്നു. ഇതിപ്പോൾ 3 മാസം കഴിഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് ആ സംഭവം മാറിയിട്ടില്ല. കൗൺസിലിങ്ങിലൂടെ കുറച്ചൊക്കെ മാറ്റം വന്നതായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും കഴിയാത്തതിൻ്റെ സങ്കടമായിരുന്നു അഖിലിൻ്റെ ശബ്ദത്തിൽ. കുറച്ചു കാലം മറ്റെവിടെയെങ്കിലും മാറി നിന്നാൽ ഈ ട്രോമയൊക്കെ മാറാൻ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. സുഹാസേട്ടൻ പറഞ്ഞതിൽ കാര്യമില്ലാതെയില്ല. വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിക്കൂടെ എന്ന് ഞാനും ചോദിച്ചതാണ്. പക്ഷെ അതൊന്നും നടക്കില്ലെന്നാണ് ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞത്. പിന്നെ എന്താണ് ചെയ്യുക? സുഹാസിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. എങ്ങനെയെങ്കിലും അവളെ പഴയതുപോലെ മാറ്റിയേ പറ്റൂ. അവളുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റണില്ല. ഫസ്റ്റ് ഇയറിലെ ഒരു പയ്യനുണ്ടായിരുന്നു ഇവിടെ. അവനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ കോളേജിലെ മറ്റാരെങ്കിലും ഇതെല്ലാം അറിഞ്ഞോ എന്ന ആശങ്കയിലായിരുന്നു സുഖു. അയാൾ അത് അഖിലിനോട് സൂചിപ്പിച്ചു. ഏയ്, അതൊന്നില്ല. ഞാൻ അപ്പം തന്നെ അവനോട് പറഞ്ഞിരുന്നു ഇതിനി ആരോടും പറയണ്ടെന്ന്. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. കൂട്ടുകാരായാലും അതിങ്ങനെ പരക്കും. ശ്രുതിയുടെ കാര്യത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും. അഖിലിൻ്റെ സംസാരം കേട്ടപ്പോൾ ശ്രുതിയോട് അവന് സൗഹൃദത്തിൽ കവിഞ്ഞൊരു അടുപ്പമുണ്ടോ എന്നായിരുന്നു സുഹാസിൻ്റെ ചിന്ത. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ അവൻ്റെ മനസ്സിൽ ശ്രുതിയോട് ഇഷ്ടമുണ്ട്. ആരോടും ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം. സുഹാസും ഹർഷനും ശ്രുതിയെ കിടത്തിയ വാർഡിലേക്ക് നടന്നു. സുഹാസേട്ടൻ കുറച്ച് നാൾ നാട്ടിൽ കാണുമോ? നടപ്പിനിടെയുള്ള അഖിലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സുഹാസ് തലയാട്ടി. പുതിയൊരു എഗ്രിമെൻ്റ് വരുന്നത് വരെ ഇവിടെ കാണും. കപ്പലിലെ ലൈഫൊക്കെ കിടിലനാവുമല്ലേ? കുറേ രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഭാഗ്യമാണെന്നാണ് ഒരിക്കൽ ശ്രുതി സുഹാസേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്രതീക്ഷിതമായി അത് കേട്ടപ്പോൾ സുഹാസിൻ്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് കയറി. പതിയെ ശരീരമാകെ സ്നേഹത്തിൻ്റെ തണുപ്പ് നിറയുന്നതായി അവൻ അറിഞ്ഞു. അഖിലിനോട് അവളെക്കുറിച്ച് എന്തോ ചോദിക്കാനായി തുടങ്ങിയെങ്കിലും വാർഡിലെത്തിയത് കാരണം സുഹാസ് അത് വിഴുങ്ങി. ഇരുവരെയും കണ്ടതും ഗോപൻ പതിയെ എഴുന്നേറ്റു. സുഹാസ് പോയെന്നാണ് ഞാൻ കരുതിയത്. ദുഃഖക്കടലിൻ്റെ ഒച്ച പോലെയാണ് ഗോപൻ്റെ ശബ്ദമെന്ന് സുഹാസിന് തോന്നി. അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എൻ്റെ സ്വന്തം അമ്മയെയും അച്ഛനെയും പോലെയല്ലേ നിങ്ങൾ രണ്ടാളും? മരുന്നിൻ്റെ മയക്കത്തിൽ കിടക്കുന്ന ശ്രുതിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്ന ജയന്തി അവനെ കരുണയോടെ നോക്കി. രണ്ടാൾക്കും എന്താണ് കഴിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട മോനെ. മോളിങ്ങനെ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങൂല മോനെ, ജയന്തി പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല അമ്മേ. നിങ്ങൾ പട്ടിണി കിടന്ന അവളുടെ പ്രശ്നം തീരില്ലല്ലോ. ജയന്തി ഉത്തരമില്ലാതെ തല കുനിച്ചപ്പോൾ സുഹാസ് അഖിലിനു നേരെ തിരിഞ്ഞു. ഗൂഗിൾ പേ ഇല്ലേ? അഖിൽ തലയാട്ടിയപ്പോൾ സുഹാസ് തൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ നമ്പറിലേക്ക് 500 രൂപ ട്രാൻസ്ഫർ ചെയ്തു. 2 കുപ്പി വെള്ളവും വാങ്ങിക്കേ. പുറത്തേക്കിറങ്ങിയ അഖിലിനോട് സുഹാസ് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഉറക്കം പോയല്ലേ? ഗോപനായിരുന്നു അത്. അതൊന്നും സാരമില്ല ശ്രുതിയുടെ അച്ഛാ. അല്ലേലും ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. കപ്പലിലെ പണിക്കിടയിൽ ഉറക്കമൊക്കെ കണക്കാണ്. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ഗോപൻ ശബ്ദിച്ചു. എങ്ങനെയെങ്കിലും ശ്രുതി പഴയതുപോലെ ആവണമെന്നേ ആഗ്രഹമുള്ളൂ. സത്യത്തിൽ ജീവിതം തന്നെ മടുത്തു തുടങ്ങി. ഇടയ്ക്ക് തോന്നും എന്തേലും വിഷം വാങ്ങി. ഗോപന്റെ സംസാരം മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ സുഹാസ് പറഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അറിയാലോ ഞങ്ങളുടെ അമ്മ അങ്ങ് പോയപ്പോൾ അച്ഛൻ ചെയ്തത്. അന്ന് ശ്രുതിയുടെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ആ ആളാണോ ഇപ്പം ഇങ്ങനെ പറയുന്നത്? സുഹാസ് 6ാം ക്ലാസ്സിലും സുഭാഷ് 4ലും പഠിക്കുമ്പോഴായിരുന്നു അവരുടെ അമ്മയായിരുന്ന ഭാനുമതിയുടെ മരണം. വീടിൻ്റെ പിന്നിലെ മുറ്റത്തെ അയയിൽ ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. സുഹാസായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്നത്. അവൻ്റെ നിലവിളി കേട്ട് ആളുകൾ എത്തുമ്പോഴേക്കും മരണം അവൻ്റെ അമ്മയെ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. കോഴിക്കോട്ടേക്ക് ഓട്ടം പോയ സുഖു തിരിച്ചെത്തിയപ്പോഴേക്കും ഭാനു കൊയിലാണ്ടി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു. പറക്കമുറ്റാത്ത 2 ആൺമക്കളെയും ചേർത്ത് പിടിച്ച് മഴയത്ത് അലമുറയിട്ട് കരഞ്ഞ സുഖുവിൻ്റെ ദൃശ്യം കണ്ടു നിന്നവരെ പോലും സങ്കടത്തിലാഴ്ത്തി. രാത്രിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം അടുത്ത ദിവസമാണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. കൊടും മഴയത്തും ഭാനുവിൻ്റെ മൃതശരീരം കത്തിത്തീരുന്നതുവരെ സുഖു അവിടെ നിന്നു മാറിയിരുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയായിരുന്നു അത്രയും സമയം അയാൾ നിന്നത്. ഒടുവിൽ
ഗോപനും മറ്റു സുഹൃത്തുക്കളും നിർബന്ധിച്ചാണ് 2 ഗ്ലാസ് കഞ്ഞി കുടിച്ചതുപോലും. എല്ലാത്തിനും മുന്നിൽ നിന്നത് ഗോപനായിരുന്നു. പക്ഷേ ഭാനുമതിയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 16-ന്റെ അന്ന് സുഗു ഒരബദ്ധം കാണിച്ചു. രാത്രിയോടെ എല്ലാവരും മടങ്ങിയപ്പോൾ സുഗുവും 2 ആൺമക്കളും മാത്രമായി. മുൻപ് തീരുമാനിച്ചുറപ്പിച്ചതെന്ന പോലെ കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി. ഒന്നും അറിയാത്ത കുട്ടികൾക്കൊപ്പം കണ്ണീരോടെ അത് കഴിക്കാനിരുന്നപ്പോഴാണ് ഗോപൻ കയറി വന്നത്. ഭാനു ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പതിവ് പോലെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഗോപനും എടുത്തു. ഗോപൻ അത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും സുഗു തട്ടിമാറ്റി. "നീ എന്താ സുഗു കാണിക്കുന്നത്?" പതിവില്ലാതെ ഭ്രാന്തെടുത്തതുപോലെയുള്ള അയാളുടെ പെരുമാറ്റം കണ്ട് ഗോപൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഉച്ചത്തിലുള്ള കരച്ചിലായിരുന്നു സുഗുവിൻ്റെ മറുപടി. പന്തികേട് മണത്ത ഗോപൻ സുഹാസിൻ്റെയും സുഭാഷിൻ്റെയും കയ്യിൽ നിന്ന് പ്ലേറ്റ് പിടിച്ചു വാങ്ങി വിളമ്പിയ ഭക്ഷണം മുഴുവൻ പുറത്തേക്ക് കുടഞ്ഞിട്ടു. "എന്തിനാണ് സുഗു?" കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഗോപന്റെ ചോദ്യത്തിന് മുന്നിൽ സുഗുവിൻ്റെ സങ്കടങ്ങൾ പൊട്ടിയൊലിച്ചു. "ഭാനുവില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലടാ. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത്?" അവളുടെ അടുത്തേക്ക് തന്നെ പോവാമെന്ന് കരുതി സുഗു ഭിത്തിയിൽ ചാരി നിലത്തേക്കിരുന്നു. "അതിന് ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? സുഗു, നീ ഇവരെ നോക്കുമെന്നാവും മരണത്തിന്റെ സമയത്തും ഭാനുമതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ നീ ഈ ചെയ്യുന്നത് അവളോടുള്ള ചതിയാണ്, അത് ഓർമ്മ വേണം." ഒറ്റ ശ്വാസത്തിലായിരുന്നു ഗോപൻ അത്രയും പറഞ്ഞത്. "ഞാൻ ആദ്യം കരുതിയത് ഒറ്റയ്ക്ക് പോവാമെന്നായിരുന്നു. പക്ഷേ ഞാനും കൂടെ അങ്ങ് പോയാൽ ഞങ്ങളുടെ മക്കൾക്ക് ആരുണ്ടാവില്ല എന്ന് തോന്നി." സുഗു വിറച്ചു കൊണ്ടിരുന്നപ്പോൾ ആശ്വസിപ്പിക്കാനായി ഗോപൻ പതിയെ തുടർന്നു. "സുഗു, മരണം ഒന്നിനൊരു പരിഹാരമല്ല. മരിച്ചവരാരും തിരികെ വരികയുമില്ല. പക്ഷേ മരിച്ചവർക്കും കൂടിയാണടോ അവരുടെ പ്രിയപ്പെട്ടവർ ജീവിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാതെ ഇതുപോലെ കുഞ്ഞുങ്ങളെ കൂടെ കൊലക്കി കൊടുത്തിട്ട് ഒന്നും നേടാനില്ല." ഗോപന്റെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് അന്ന് അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. "അന്ന് രാത്രി നീ വന്നില്ലായിരുന്നെങ്കിൽ..." സുഗു ഇടയ്ക്കിടെ ഗോപനോട് ഇത് പറയാറുണ്ട്. അഖിൽ ഭക്ഷണവുമായി തിരികെ എത്തിയപ്പോഴാണ് ഗോപൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ജയന്തിയും ഗോപനും വാർഡിന് പുറത്തുള്ള കസേരയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുഹാസ് പതിയെ ശ്രുതിയെ തൊട്ടു വിളിച്ചു. ഒന്ന് ഞെരങ്ങിയതിനൊപ്പം അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ചികിത്സയിലൂടെ ആദ്യമായി കാഴ്ച കിട്ടിയ കുഞ്ഞിനെ പോലെ അവൾ സുഹാസിനെ ഇമ വെട്ടാതെ നോക്കി. അപരിചിതമായ എന്തോ കണ്ടതുപോലെ അവളുടെ അതിരങ്ങൾ വിറച്ചു. "അമ്മേ" എന്നാണ് അവൾ വിളിച്ചതെന്ന് സുഹാസിന് തോന്നി. "പേടിക്കാൻ ഒന്നുമില്ല ശ്രുതിയെ," സുഹാസ് അല്പം കുനിഞ്ഞ് സ്വകാര്യമെന്നോണം അവളോട് പറഞ്ഞു. മറുപടിയായി കൈക്കൊണ്ട് ദാഹിക്കുന്നെന്ന് ആംഗ്യം കാണിച്ചു. അഖിൽ കൊണ്ടുവന്ന വെള്ളക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അവളുടെ താടി പതിയെ ഉയർത്തിക്കൊണ്ട് സുഹാസ് വെള്ളക്കുപ്പി അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. "അഖിലേ, ആ ഗ്ലാസ് ഇങ്ങെടുത്തേ." പിന്നെ അവൻ ശ്രുതിയെ ചേർത്ത് പിടിച്ച് തലയണയിലേക്ക് ചാരിയിരുത്തി. വെള്ളം കുടിക്കുമ്പോൾ അവളുടെ തൊണ്ടക്കുഴിയുടെ അനക്കത്തിലായിരുന്നു സുഹാസിൻ്റെ ശ്രദ്ധ. "ഞാൻ കൊടുക്കാം മോനെ," മുറിക്കുള്ളിലേക്ക് വന്ന ജയന്തി പറഞ്ഞു. അമ്മയെ കണ്ടപ്പോൾ ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിതുമ്പി. "ഇതാണിപ്പോൾ നന്നായത്." അഖിലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ശ്രുതി നിസ്സഹായതയോടെ അവനെ നോക്കി. "അച്ഛനെവിടെ?" മന്ത്രണം പോലെയായിരുന്നു അവളുടെ ശബ്ദം. ജയന്തി എന്തോ പറയാനാഞ്ഞതും ഗോപൻ അകത്തേക്ക് കയറി. "പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ." സങ്കടവും സന്തോഷവും കലർന്നതായിരുന്നു ഗോപന്റെ ശബ്ദം. "അതൊക്കെ വിട്ടുകളയി ശ്രുതിയുടെ അച്ഛ, ഇനിയൊന്നും ഉണ്ടാവില്ല. ശ്രുതിക്ക് നമ്മളെല്ലാം ഉണ്ടെന്നേ, അല്ലേ അഖിലേ?" സങ്കടങ്ങൾക്ക് മേലെ പ്രതീക്ഷയുടെ പട്ടുടുപ്പിട്ട് മൂടാനായിരുന്നു സുഹാസിൻ്റെ ശ്രമം. അത് കേട്ടപ്പോൾ ശ്രുതി ചിരിക്കാൻ ശ്രമിച്ചു. "സോറി അച്ഛ, പെട്ടെന്ന് എന്തോ സങ്കടം വന്നപ്പോൾ." ശ്രുതി ഗോപന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചപ്പോൾ സുഹാസിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മറ്റാരും അത് കാണാതിരിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും ശ്രുതിയുടെ മിഴികളിൽ ആ കാഴ്ച പതിഞ്ഞു. താൻ ഒരിക്കലും പരിഗണിക്കാതിരുന്നവൻ തനിക്ക് വേണ്ടി ദുഃഖിക്കുന്നു എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ജീവിക്കാനുള്ള ആശയേറി. ഇരുവരുടെയും കണ്ണുകൾ രഹസ്യമായി എന്തോ പറഞ്ഞു. സുഹാസിൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളായി താൻ തേടിയിരുന്ന സ്നേഹത്തിൻ്റെ കടലൊച്ച നിറഞ്ഞു. രാവിലെ തന്നെ ശ്രുതി നിലയത്തിൻ്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്നു നിന്നു. പശുവിനെ കറക്കാനുള്ളത് കൊണ്ട് ആശുപത്രിയിൽ നിന്ന് അതിരാവിലെ വീട്ടിലെത്തിയ സുഭദ്രമായിയാണ് അതാദ്യം കണ്ടത്. "എന്തിനായിരിക്കും പോലീസ് വന്നത്?" സ്വയം ചോദിച്ചുകൊണ്ട് അവർ മതിലിനോട് ചേർന്നു നിന്നു. ശ്രുതി നിലയത്തിൻ്റെ വരാന്തയിലേക്ക് കയറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു.
ആരും വാതിൽ തുറക്കാതായപ്പോൾ ചുറ്റും നോക്കിയ ഓഫീസർ സുഭദ്രയെ കണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഇത് കാതിലൊരു കിന്നാരം.